നമസ്കാരം, വിങ്സ് ബുക്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ടി പത്മനാഭൻ സാറിൻ്റെ ബാബു എന്ന് പറയുന്നൊരു ചെറുകഥ പരിചയപ്പെടാം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഏടാണ് ഈ കഥയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഞാനൊരു അധ്യാപികയാണ് കേട്ടോ. ഒരു 10-12 വർഷം മുമ്പ് ഞാൻ പഠിപ്പിച്ച പല കുട്ടികളെയും ചിലപ്പോൾ പബ്ലിക് പ്ലേസസിലൊക്കെ വെച്ചിട്ടോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സിലൊക്കെ വെച്ചിട്ടോ മോളിലൊക്കെ വെച്ചിട്ടോ ഒക്കെ കാണാറുണ്ട്. അപ്പോൾ പലരും ഭയങ്കര സന്തോഷത്തോടെ നമ്മുടെ അടുത്ത് ഓടി വരികയും സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പല കുട്ടികളും അവരുടെ ജീവിതത്തിലെ വളരെ സന്തോഷമുള്ള നിമിഷങ്ങളൊക്കെയും ഫോണിലൂടെ അറിയിക്കാറുണ്ട്. വിവാഹവും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷം തരുന്നൊരു കാര്യമാണ്. അങ്ങനെ ഒരുപാട് ദീർഘമായ ഒരു സർവീസിന് ശേഷം റിട്ടയർമെൻറ്റ് ലൈഫിലോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് വലിയൊരു ശിഷ്യസമ്പത്ത് ഉണ്ടാകും. ഇപ്പോൾ തന്നെ ഉണ്ട്. ബാങ്കിലൊക്കെ ചെന്നാലും ഞാൻ പഠിപ്പിച്ച കുട്ടികളെ കാണാറുണ്ട്. അവിടെ ഇപ്പം പഞ്ചായത്ത് ഓഫീസിലും പോസ്റ്റ് ഓഫീസിലും ഒക്കെ പഠിപ്പിച്ച കുട്ടികളൊക്കെ ഉണ്ട്. അവരെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. അതുപോലെ തന്നെ നമ്മുടെ കഥാകൃത്ത് സർവീസിലായിരിക്കുന്ന സമയത്ത് ദീർഘനാളത്തെ ആത്മബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തിയെ റിട്ടയർമെൻറ്റിന് ശേഷം കണ്ടുമുട്ടുകയും അദ്ദേഹവുമായിട്ട് ചിലവഴിച്ച മനോഹരമായ നിമിഷങ്ങൾ ഓർത്തെടുക്കുകയും ചെയ്യുന്ന ഒരു കഥയാണ് ഈ ബാബു എന്ന് പറയുന്ന കഥ. നമ്മുടെ കഥാകൃത്ത് നിയമം അനുശാസിക്കുന്ന രീതിയിൽ മാത്രം വർക്ക് ചെയ്യുന്ന വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. സത്യസന്ധമായിട്ട് മാത്രം വർക്ക് ചെയ്യുന്ന ഒരു ബിസിനസ്സുകാരനാണ് ബാബു. ഇവർ തമ്മിലുണ്ടാകുന്ന ബന്ധവും അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇഴയടുപ്പം കൂടിയതെങ്ങനെയാണ് എന്നുമാണ് കഥയിലുടനീളം പറയപ്പെടുന്നത്. നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള എല്ലാ സഹായങ്ങളും നിയമാനുസൃതമായ രീതിയിൽ ബാബുവിന് ചെയ്തു കൊടുക്കുകയും സഹായം നൽകുകയും ഒക്കെ ചെയ്യുന്ന ഒരു മേലുദ്യോഗസ്ഥനായിരിക്കുന്ന അതേ സമയത്ത് തന്നെ വ്യക്തിപരമായിട്ടുള്ള ബാബുവിൻ്റെ വ്യക്തി ജീവിതത്തിലുണ്ടാകുന്ന ഓരോ ചെറിയ ഇൻസിഡൻസിലും ആദ്യന്തം ഒരേ ഗൗരവത്തോടെ ഒരേ സന്തോഷത്തോടെ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ കഥാകൃത്ത്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് ബാബുവിൻ്റെ മകളുടെ വിവാഹ സമയത്ത് അദ്ദേഹം പങ്കെടുത്തതും ഒക്കെ കഥാകൃത്ത് പറയുന്നുണ്ട്. ഈ ഒരു കഥ വായിച്ചു കഴിയുമ്പോൾ ഉണ്ടല്ലോ നമുക്കൊരു കാര്യം മനസ്സിലാകും. ആത്മാർത്ഥവും സത്യസന്ധവുമായ റിലേഷൻസ് എത്ര നാൾ കഴിഞ്ഞെന്ന് പറഞ്ഞാലും അതിൻ്റെ ഒളി മങ്ങില്ല. അത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അവിടെ അതൊരു മാറ്ററേ അല്ല എന്ന് നമുക്ക് തോന്നും. ദൂരം എത്ര തന്നെയാണെങ്കിലും കാലം എത്ര തന്നെ കഴിഞ്ഞാലും ആത്മാർത്ഥമായ റിലേഷൻസിന് ഒട്ടും ഒളി മങ്ങത്തില്ല എന്ന് ഈ കഥ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് തോന്നും. പറ്റുമെങ്കിൽ വായിച്ചു നോക്കുക ടി പത്മനാഭൻ സാറിൻ്റെ ബാബു എന്ന കഥ.